മിത്രയോട് മീനുവിനോട് അനുശ്രീയോട് എങ്ങനെയാണോ പെരുമാറിയത് അതുപോലെ തന്നെയാ ഗോമതി ദേവിയോടും പെരുമാറിയിട്ടുള്ളത്. ഒരു വേർതിരിവും അവള് കാണിച്ചിട്ടില്ല. ദേവിയോട് കുറച്ച് കൂടുതൽ സ്നേഹം കാണിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെയുള്ള ഗോമതി ദേവിയെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞ ആരാ വിശ്വസിക്കുന്നത്? നിങ്ങളുടെ മകളെ കുറിച്ച് നിങ്ങൾ മോശമായിട്ട് പറയില്ല, അത് സ്വാഭാവിക. അതുകൊണ്ടല്ല സാറേ, സത്യം ആയതുകൊണ്ടാ ഞാൻ പറയുന്നത്. സത്യം അന്വേഷിക്കാനാ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ തടസ്സം നിൽക്കരുത്. ഇവരെ മൂന്നുപേരും പിടിച്ച് വണ്ടി കയറ്റ്. സാറേ, ഇവരെ കൊണ്ടുപോകാൻ പറ്റില്ല. അമ്മേ മാറി നിൽക്ക്. ഞാൻ എങ്ങനെ മാറി നിൽക്കും? എന്റെ മോളെ അല്ലേ പിടിച്ചോണ്ട് പോകുന്നത്. അമ്മ മാറി നിൽക്കമ്മ. ഇല്ല, ഞാൻ മാറില്ല. മാറി നിൽക്ക്. അയ്യോ, കൊച്ചിനെ ഒന്നും ചെയ്യല്ലേ. അവൾ എന്ത് തെറ്റാ ചെയ്തേ? അമ്മേ, ഞങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തരുത്. മാറി നിന്നില്ലെങ്കിൽ നിങ്ങളെ കൂടി ഞങ്ങൾക്ക് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. എന്നെ കൊണ്ടുപോയിക്കോ, പക്ഷെ എന്റെ മോളെ കുറ്റവാളിയെ പോലെ കൊണ്ടുപോകരുത്. പരാതിയിൽ പേരുള്ളവരെയാ ഇപ്പൊ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ബാക്കി സ്റ്റേഷനിൽ ചെന്ന് സംസാരിക്കാം. മാഡം, ദേവിയെടുത്ത് ഒരിക്കലും ഞങ്ങൾക്കെതിരെ ഇങ്ങനൊരു പരാതി കൊടുക്കില്ല. ഞങ്ങൾക്ക് ഉറപ്പാത്. പരാതി ആരെഴുതി ആര് കൊടുത്തു എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നതാ. ഒന്നും നടന്നിട്ടില്ല, ഞാൻ ഉറപ്പിച്ച് പറയാം. നിങ്ങൾ ഇവിടെ താമസിക്കുന്ന ആളല്ലല്ലോ, പിന്നെ എങ്ങനെയാ ഇത്ര ഉറപ്പായിട്ട് പറയാൻ പറ്റുന്നത്? ഞാനിവിടെ താമസിക്കുന്നില്ല, പക്ഷെ ഈ കുടുംബത്തെ എനിക്കറിയാം. ദിവസം ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ പെൺകുട്ടിയോട് ആര് എന്ത് പറഞ്ഞു, എങ്ങനെ പെരുമാറി, അതൊക്കെ നിങ്ങൾക്ക് അറിയോ? അറിയില്ലല്ലോ. അതുകൊണ്ട് അന്വേഷണം നടക്കട്ടെ. എന്റെ മോളെ എനിക്കറിയാം സാറ്. ഞാൻ വളർത്തിയ മോള. അവൾ ആരെയും ദ്രോഹിക്കില്ല. അങ്ങനെയാണെങ്കിൽ അത് അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കും. ഇവരെ പിടിച്ച് വണ്ടി കയറ്റ്. മോളെ ഗോമതി, എന്റെ മോളെ കൊണ്ടുപോരുത്. ഞാൻ വിടില്ല. വിടാൻ ഇവരെ പിടിച്ച് വണ്ടി കയറ്റ്. സാറിന്റെ കാല് പിടിക്കാം. എന്തേ കാണിക്കുന്നേ? അവളൊരു തെറ്റ് ചെയ്തിട്ടില്ല. എന്റെ കാല് പിടിച്ചിട്ട് ഒരു കാര്യമില്ല സാറേ. ഞാൻ വളർത്തിയ എന്റെ മോളെ എനിക്കറിയാം. അവൾ ആരെയും വേദനിപ്പിക്കില്ല. ഞാൻ കാല് പിടിക്കാം. നിങ്ങളുടെ മകൾക്ക് വേണ്ടി കാല് പിടിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നു. എന്റെ മുമ്പിൽ കൈകൾ കൂപ്പാനും നിങ്ങൾ തയ്യാറാവുന്നു. ഇതുപോലൊരു പെൺകുട്ടി തന്നെയായിരുന്നു ദേവിയും. അവൾ ഇവിടെ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്ന് അമ്മയ്ക്കറിയാമോ? അമ്മയുടെ മകൾ ദേവിയോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ അവരെ ആരും ശിക്ഷിക്കില്ല. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല മോളെ. അത് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമല്ല. നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ട. ഒരു പെൺകുട്ടി ഒരു പരാതി പറഞ്ഞാ അവള് പറയുന്ന ഒന്ന് കേൾക്കണ്ടേ? നിങ്ങളുടെ കുടുംബം പറയുന്നത് മാത്രം കേട്ടാ മതിയോ? സാറേ, ഞങ്ങൾ അവളോട് പറയാനുള്ളത് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. പേടിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കും. എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം. സാറേ, 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 എന്റെ മോളെ ഒന്നും ചെയ്തിട്ടില്ല സാറ്. മോളെ, മോളെ ഗോമതി, മോളെ. മേഡം, മേഡം എന്ത് തെറ്റ് ചെയ്തിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഒന്ന് പറയും മേഡം. ഇതിനു വേണ്ടി ഞങ്ങൾ എന്താ ചെയ്തേ? ഞങ്ങൾ എന്തിനാ മിണ്ടാതിരിക്കുന്നേ? പേടിച്ച് വായടച്ച് നിൽക്കാനേ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? തെറ്റ് ചെയ്തവരല്ലേ പേടിക്കേണ്ടത്. തൊന്റെ മോനോട് മിണ്ടാതെ നിൽക്കാൻ പറ. ആനന്ദേ, മിണ്ടായിരിക്കേ. അച്ഛൻ മിണ്ടായിരുന്നേ. അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന പോലീസുകാർ ഇവനെ ചവിട്ടി കൂട്ടു പറഞ്ഞേക്കാം. നിങ്ങള് ഭീഷണിപ്പെടുത്തുകയാണോ? ആനന്ദേ, അച്ഛൻ മിണ്ടാതെ നിൽക്കാൻ. എന്തിനാ അച്ഛൻ മിണ്ടാതിരിക്കുന്നേ? ഒരു പരാതി ഇട്ടെന്ന് വെച്ച് ഉടനെ ഈ പിടിച്ചോണ്ട് വരുവാണോ? പിന്നെ എങ്ങനെ കൊണ്ടുവരണം? ഊമാലയിട്ട് സ്വീകരിച്ചു കൊണ്ടുവരണോ? സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞിരുന്നെങ്കിലേ ഞങ്ങൾ വരില്ലായിരുന്നോ? അതുപോലും പറയാതെ കടയിൽ കയറി അറസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ?
ഗാർഹിക പീഡനത്തിന് പരാതി കിട്ടിയാൽ പരാതിയിൽ പേരുള്ളവനെ ഇവിടെ കൊണ്ടുവരും, ചോദ്യം ചെയ്യും, വേണ്ടി വന്നാൽ അങ്ങ് അറസ്റ്റ് ചെയ്യും. ഞങ്ങളെ ചോദ്യം ചെയ്തോ? പക്ഷേ എന്താ പരാതി എന്ന് വ്യക്തമായിട്ട് പറഞ്ഞോ? താനും തന്റെ അച്ഛനും മാത്രമല്ല, ഇനിയും ആളുകളെ കൊണ്ടുവരാനുണ്ട്. എല്ലാരും വരട്ടെ. ആനന്ദ്, മോനോട് അടങ്ങി ഒതുങ്ങി നിൽക്കാൻ പറഞ്ഞോ? ഞാൻ അങ്ങനെ അടങ്ങി ഒതുങ്ങി നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആ ആനന്ദ്, ആദ്യം ഞങ്ങൾ എന്താ ചെയ്തേ അത് പറ. ഏയ് ആനന്ദേ, നമ്മൾ ബഹളം വെച്ചാ ഇവരും ബഹളം വെക്കും. ഒരു കാര്യവും നടക്കില്ല. ദേ, എന്താ സംഭവിച്ചെന്ന് ഇപ്പോഴും നമുക്കൊരു വ്യക്തത കിട്ടിയിട്ടില്ല. ആദ്യം അതൊന്നും മനസ്സിലാക്കട്ടെ. ഇനി എന്താ അച്ഛൻ മനസ്സിലാക്കാനുള്ളത്? ഇത് ചതിയാ. ആനന്ദേ, ഞാൻ പറയുന്നു. അച്ഛൻ എന്തൊരു ചതിയാ അവർ നമ്മളോട് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ കയറി വന്ന് നമ്മുടെ കുടുംബം മുഴുവൻ നശിപ്പിച്ചു. എന്തൊക്കെ കള്ളത്തരങ്ങൾ അവർ പറഞ്ഞത്. അവളുടെ പഠിപ്പിനെ കുറിച്ച്, അവളുടെ ജോലിയെ കുറിച്ച്. പോരാത്തന്നെ അവളുടെ അച്ഛൻ നമ്മുടെ കടയിൽ കയറി പണം മോഷ്ടിച്ചു. എന്നിട്ട് നമ്മൾ തിരിച്ച് അവരോട് എന്താ ചെയ്തേ? പോലീസ് പറഞ്ഞോ? കേസ് കൊടുത്തോ? എല്ലാം സഹിച്ച് നമ്മൾ വിട്ടല്ലേ കളഞ്ഞത്. അച്ഛൻ അവര് നമ്മളോടല്ലേ ചതി കാണിച്ചത്. എന്നിട്ടും നമ്മളെ കുറ്റക്കാരാക്കി ഇവിടെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നു. അച്ഛൻ, ദേവിയുടെ അച്ഛനെ അമ്മയെ കുറ്റം പറഞ്ഞപ്പോ അച്ഛൻ എന്തിനാ വിഷമിക്കുന്നേ? അച്ഛാ, ഞാൻ അച്ഛനെ കുറ്റപ്പെടുത്തിയതല്ല. ഞാൻ എന്റെ മനസ്സിൽ പോലും അങ്ങനെ കരുതിയിട്ടില്ല. മോനെ, ഇതിനെല്ലാം കാരണക്കാരൻ ഞാനല്ലേടാ. അച്ഛൻ ഇങ്ങനെ സങ്കടപ്പെടല്ലേ. അച്ഛൻ ഇങ്ങനെ വിഷമിക്കുന്നുണ്ട എനിക്കൊന്നും പറയാൻ പറ്റാതാവും. ഇത് എന്തുവാ ഇത്? അച്ഛനും മോനും കൂടെ നാടകോ? അച്ഛനും മോനും കൂടെ സെന്റിമെന്റ്സ് അടിക്കാനേ ഇത് വീടല്ല, പോലീസ് സ്റ്റേഷനാ. മിണ്ടാതെ ഒരിടത്ത് അടങ്ങി നിന്നോ. സംസാരിക്കാതിരിക്കാൻ ഇവിടെ ആർക്കും വിലക്കൊന്നുമില്ലല്ലോ. ആഹാ, നീയാള് കൊള്ളാലോ. പോലീസ് സ്റ്റേഷനിൽ ഇതാണ് ഇവന്റെ സ്വഭാവമെങ്കിൽ നിന്റെ വീട്ടിൽ വെച്ച് ആ പാവം പെണ്ണിനോട് നീ എന്തൊക്കെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ ഇതാണ് ഇവന്റെ സ്വഭാവമെങ്കിൽ നിന്റെ വീട്ടിൽ വെച്ച് ആ പാവം പെണ്ണിനോട് നീ എന്തൊക്കെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല. അതൊക്കെ എല്ലാവരും പറയുന്നതാ. സത്യം പറയുമ്പോഴേ അത് കേൾക്കാനുള്ള ഒരു മനസ്സെങ്കിലും വേണം. നിന്റെ സത്യം മാത്രം കേൾക്കാനല്ല പോലീസ് ഇവിടെ ഇരിക്കുന്നത്. ഓ, പോലീസിന്റെ ജോലി എന്താണെന്ന് ഇപ്പൊ മനസ്സിലായി. ആരെങ്കിലും ഒരു കള്ളപ്പരാതി തന്ന ഉടനെ നിരപരാധികളെ പിടിച്ച് അകത്തിടലാണല്ലോ പോലീസിന്റെ ജോലി. എടാ, കള്ളപ്പരാതിയാണോ അല്ലോ എന്നൊക്കെ പോലീസ് നോക്കിക്കോളാം, നീ പഠിപ്പിക്കണ്ട. ആനന്ദേ, അച്ഛാ, വിടും. നീ ഒന്ന് അടങ്ങി നിൽക്ക്. നീ ഒന്ന് സമാധാനപ്പെട്. നമ്മളിപ്പോ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലാ. പോലീസുകാരുടെ വഴക്കിന് പോയാൽ അവര് വെറുതെ ഇരിക്കില്ല. അവന്റെ അഹങ്കാരം കണ്ടില്ലേ? സ്റ്റേഷനിൽ ഇത്രയും പോലീസുകാരുടെ മുന്നിൽ നിൽക്കുമ്പോഴും അവൻ അടങ്ങാൻ പറ്റുന്നില്ല. ആ പെണ്ണിവന്റെ കയ്യിൽ നിന്ന് ജീവനോടെ രക്ഷപ്പെട്ടത് ഭാഗ്യം. എന്താ പറഞ്ഞേ? നീ കേട്ടത് തന്നെയാടാ പറഞ്ഞത്. രണ്ടുപേരും തൽക്കാലം ഇവിടെ അടങ്ങി ഒതുങ്ങി നിൽക്ക്. ഇനി ആളുകൾ വരാനുണ്ട്. അച്ഛാ, അശ്വതി മേഡോ? എടുക്ക്. ഹലോ മേഡം. ആ, ശ്രീകലേ, പ്രതികളിൽ ഒരു ടീമിനെ സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരെ ഉടനെ കൊണ്ടുവരും. ആ, നിങ്ങൾ രണ്ടുപേരും വൈകാതെ സ്റ്റേഷനിലെത്തണം. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ മൊഴിയെടുക്കാനുണ്ട്. അയ്യോ, അതിനെന്താ മേഡം, ഞങ്ങൾ ഉടനെ തന്നെ എത്താം. ആ, പിന്നെ നിങ്ങൾ മാത്രം വന്നാ പോരാ, പരാതിക്കാരിയായ ദേവിയും കൂടി കൊണ്ടുവരണം. മേഡം, അവൾക്ക് തീരെ വയ്യ. എന്റെ മോൾ ആകെ തകർന്നിരിക്കുക. അവളിവിടെ തളർന്ന് കിടക്കുക. ഷോ,
അങ്ങനത്തെ ദ്രോഹമല്ലേ ആ ദേവമംഗലംകാരെല്ലാവരും കൂടി എന്റെ മോളോട് ചെയ്തത്. അവൾക്കൊന്ന് ഇന്നിട്ട് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാ മാഡം. റൂമിൽ നിന്ന് ബാത്റൂം വരെ പോണെങ്കിലേ ആരുടെയെങ്കിലും സഹായം വേണം. ശോ, അങ്ങനെ ഒരു പെങ്കൊച്ചിനെയും കൊണ്ട് ഞാൻ എങ്ങനെ സ്റ്റേഷനിലോട്ട് വരും? മാഡം ഞങ്ങളെ ഒന്ന് സഹായിക്കണം. പക്ഷേ ദേവി വരാതെ എങ്ങനെയാ? മാഡത്തിനെ വേണ്ട രീതിയിൽ ഞങ്ങൾ കണ്ടോളാം. സാധാരണ പരാതിക്കാരി വരേണ്ടതാ. പക്ഷേ നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ശരി, നിങ്ങള് അച്ഛനും അമ്മയും മാത്രം വന്നാ മതി. ഓഹോ, ആയിക്കോട്ടെ. ആ പിന്നെ നിങ്ങളുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ആകാശിനെയും ആര്യനെയും കൂടി പിടിക്കാനുണ്ട്. അവരെ കിട്ടിയിട്ട് ബാക്കി നടപടിയിലേക്ക് നമുക്ക് പോവാം. ഓ ശരി മാഡം, ഞങ്ങൾ ഇപ്പൊ തന്നെ അങ്ങ് വന്നോളാം. ആ ഓക്കെ, ശരി. അവരെന്താ പറഞ്ഞേ? ഉദേട്ടാ, ഞാൻ വിചാരിക്കുന്നത് പോലെ തന്നെയാ കാര്യങ്ങൾ നീങ്ങുന്നത്. എന്റെ സ്ത്രീകളെ, നീ എന്തൊക്കെയാ ചെയ്ത് കൂട്ടുന്നത്? ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും? എടി, നീ ഇതിന്റെ മുന്നും പിന്നും ഒക്കെ ആലോചിക്കുന്നുണ്ടോ? ദേവമംഗലത്തുകാർക്കെതിരെ പരാതി കൊടുത്തെന്ന് ദേവി അറിഞ്ഞാൽ അവള് നമ്മുടെ കൂടെ നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? തൽക്കാലം അവൾ ഇതൊന്നും അറിയാൻ പോകുന്നില്ല. അതിന് അശ്വതി മേഡം നമ്മളെ സഹായിക്കും. പിന്നെ അവർക്ക് കൊടുക്കാനുള്ള കാശ് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒപ്പിക്കണം. ഇനി നിങ്ങൾ ആരെ പറ്റിച്ചിട്ടാണെങ്കിലും കൊന്നിട്ടാണെങ്കിലും ആ കാശ് ഇവിടെ എത്തിച്ചോണം. ഞാൻ എങ്ങനെ എത്തിച്ചോണം? ഇറക്കൊണ്ടു വാ. സാറ് ദയവ് ചെയ്ത് ഞാൻ പറയുന്നതൊന്നും കേൾക്കണം. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഗുരുവായൂരപ്പ, സത്യമായിട്ടും ഇത് കള്ള പരാതിയാ സാറേ. ആരോടെങ്കിലും ഒന്ന് അന്വേഷിച്ച് നോക്ക്. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇങ്ങനൊരു കാര്യത്തിന് ഞാൻ പോലീസ് സ്റ്റേഷന്റെ പടി ചവിട്ടുന്നു. നിങ്ങൾക്ക് പറയാനുള്ള അവസരം കിട്ടും. പരാതിക്കാർ വരട്ടെ. അയ്യോ അപ്പച്ചി, ഒന്നും പറയണ്ട അപ്പച്ചി, അവർ കേക്കില്ല. ഇതെന്ത് ന്യായമാണ് ഇത്ര? തെറ്റൊന്നും ചെയ്യാതെ പിടിച്ചോണ്ട് വന്നിങ്ങനെ ഞാൻ വരില്ല. തെറ്റ് ചെയ്യാതെ ഞാൻ എന്തിനാ? അപ്പച്ചി, അപ്പച്ചി സത്യം തെളിയിക്കാൻ നമുക്ക് അവസരം കിട്ടും. അപ്പച്ചി വാ, ഞാൻ വാ അപ്പച്ചി, വാ. അനു വാ, വാ. അയ്യോ എല്ലാവരും ഇങ്ങോട്ട് കയറി നിൽക്ക്. എന്താ ബാലേട്ട ഇതൊക്കെ? നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇങ്ങനെയൊക്കെ? പേടിക്കണ്ട, പേടിക്കാതെ.
അനു മേഡം ഇതെന്തോ പണിയാ? എന്താ? എന്റെ അമ്മയെ അനിയത്തിയെയും മിത്രയൊക്കെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? പരാതി എനിക്കെതിരെയല്ലേ? ഞാനല്ലേ ദേവിയുടെ ഭർത്താവ്? പിന്നെ ഒരു തെറ്റും ചെയ്യാത്ത എന്റെ അച്ഛനും അമ്മയും വീട്ടുകാരൊക്കെ എന്തിനാ നിങ്ങൾ ഇതിൽ വലിച്ചടിക്കുന്നേ? പരാതി നിനക്കെതിരെ മാത്രമാണെന്ന് നിന്നോട് ആരാടാ പറഞ്ഞേ? അയ്യോ ലാലേട്ടാ, വീട്ടുകാരുടെ പേരിലും പരാതിയുണ്ട്. ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അതിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്. അതിൽ പേരുള്ളവരെയാ ഞങ്ങൾ കൊണ്ടുവന്നത്, അല്ലാതെ വഴി കൂടെ പോകുന്നവരൊന്നുമല്ല. പക്ഷെ മേഡം അതൊക്കെ മിണ്ടി പോവരുത്. നീ പറഞ്ഞിട്ടാണോ ഇവിടെ പരാതി എടുക്കുന്നതും അന്വേഷണം നടത്തുന്നതും ഒക്കെ? ഒരു പെണ്ണിനെ വീട്ടിലിട്ട് പീഡിപ്പിച്ചിട്ട് ഇപ്പൊ പോലീസിനോട് ന്യായം പറയുന്നു നീ? ഞങ്ങൾ ആരെയും പീഡിപ്പിച്ചിട്ടില്ല. അതൊക്കെ നീ അങ്ങ് തീരുമാനിച്ചാ മതിയോ? മാറി നിൽക്കണം അങ്ങോട്ട്. നിങ്ങൾ എന്തേ കാണിക്കുന്നത്? ഇവരെന്തേ കാണിക്കുന്നത്? അച്ഛൻ ആനന്ദേ, വേണ്ട. ഞാൻ പറയുന്നത് കേൾക്ക്. പറയുന്നത് കേട്ടില്ലേ? ഇവരെന്താ നമ്മുടെ കുടുംബത്തിനെങ്ങനെ നമ്മളതിന്? ഞാൻ പറയട്ടെ, ഉദയഭാനും ശ്രീകലയും വരുമല്ലോ. അവർക്ക് പറയാനുള്ളതേ അവർ സിയോട് പറയട്ടെ. നമുക്ക് നമ്മുടെ ഭാഗവും പറയാം. ദേ, കേൾക്കുന്ന ആർക്കും സത്യം നമ്മുടെ ഭാഗത്താണെന്ന് ബോധ്യപ്പെടുമല്ലോ. സിയയ്ക്കും ബോധ്യപ്പെടും. മോനെ, നീ ഒന്ന് സമാധാനപ്പെടും. അനു, അനു കരയാതെ. അനു, നീ എന്തിനാ മോളെ കരയുന്നേ? നമ്മുടെ ഭാഗത്ത് തെറ്റില്ലല്ലോ, പിന്നെന്തിനാ പേടിക്കുന്നത്? മിത്രേ, നീ ഇവരെ പോലെ പേടിച്ചു എന്നാലോ? നാളെ പോലീസുകാരിയാകേണ്ട പെൺകുട്ടിയല്ലേ നീ? ഇവർക്കൊക്കെ ധൈര്യം കൊടുക്കേണ്ടത് നീയല്ലേ? ഞാൻ പറഞ്ഞതാ അങ്കളെ, പരാതി കിട്ടിയ അവരന്വേഷിക്കും. പക്ഷെ പരാതി കിട്ടിയതുകൊണ്ട് മാത്രം നമ്മളെ കുറ്റക്കാരാക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് നമ്മുടെ ഭാഗം പറയാനുള്ള അവസരം കിട്ടുവനു. സത്യം എന്താണെന്ന് അപ്പൊ അവർക്ക് മനസ്സിലാവും. എന്നാലും അവൾക്ക് എങ്ങനെ മനസ്സ് വന്നു ഇങ്ങനെ ഒരു കള്ള പരാതി കൊടുക്കാൻ? നമ്മുടെ വീട്ടില് അവൾക്ക് നമ്മളെ എന്ത് കുറവാ വരുത്തിയത്? ഗോമതി, നീ ഒന്ന് അടങ്ങ്. ഇപ്പൊ ബഹളം വെച്ചിട്ട് കാര്യമില്ല. അവര് വരട്ടെ. എല്ലാവരുടെ മുന്നിൽ വെച്ച് നമുക്ക് പറയാനുള്ളത് പറയാം. അനു, അതെ രാജശ്രീ, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാൻ പോവുക. എന്റെ മോളെയും കൊച്ചുമക്കളെയൊക്കെ പോലീസ് പിടിച്ചുകൊണ്ട് പോയിരിക്കുക. എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. എന്റെ ഹൃദയം പൊട്ടിപ്പോവുക. അമ്മേ, അമ്മ ഇങ്ങനെ ബഹളം വെക്കാതെ. അനന്തേട്ടനും അച്ചുവേട്ടനും ഒക്കെ ഒന്ന് വന്നോട്ടെ, നമുക്ക് അവരോട് പറയാം. നീ അനന്തനെ അച്യുതനെ ഒന്ന് വിളിച്ചേ. അവരോട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ. അവരുടെ തീരുമാനം എനിക്ക് അറിയണം. സ്വന്തം അനിയത്തി അറസ്റ്റിലാവുമ്പോഴും പഴയ ശത്രുതയും പറഞ്ഞുകൊണ്ടിരിക്കാനാണോ ഭാവം എന്ന് എനിക്ക് അറിയണമല്ലോ. നീ വേഗം അവരെ വിളിച്ചു വരാൻ പറയേ. അയ്യോ അമ്മേ, അമ്മ ഇങ്ങനെ വിഷമിക്കാതെ. ആ ശ്രീകല എന്തോ കള്ളക്കേസ് കൊടുത്തതായിരിക്കും. ദേ, ഗോമതി സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തിട്ട് വിട്ടയക്കും. എനിക്ക് ആ സ്ത്രീകളെ ഒന്ന് കാണണം. ദുഷ്ട മഷിയിട്ട് നോക്കിയാ കാണൂ. ബാലനെയും ഗോമതിയും പോലെ മക്കളെയും മരുമക്കളെയും ഒരുപോലെ കാണുന്ന രണ്ടുപേരെ. ദേവിയെ ഗോമതി മൂത്ത മോളെ പോലെയല്ലേ കണ്ടിട്ടുള്ളൂ. എന്നിട്ട് എന്തൊക്കെയാ ആ ശ്രീകല പോലീസിൽ പറഞ്ഞിരിക്കുന്നേ? ഇത്രയും ദുഷ്ടജന്മങ്ങളായി പോയല്ലോ ആ ഉദയഭാനു ശ്രീകലയൊക്കെ. എന്റെ അമ്മേ, അമ്മ ഒന്ന് അടങ്ങ്. ദേ, അമ്മ പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. അച്ചുവേട്ടൻ ഉടനെ വരും. അവര് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് തീരുമാനിക്കാൻ കാര്യങ്ങള്. അമ്മയൊന്ന് സമാധാനപ്പെട്. അമ്മ അവിടെ ചെന്നിരുന്നേ, ചെല്ലേ.
എന്താ മേഡം? വണ്ടി അങ്ങോട്ട് ഒതുക്കി വെച്ചേ. ഒതുക്കി വെക്കാൻ. മേഡം, ദ ലൈസൻസ്, ഇൻഷുറൻസും പൊല്യൂഷനും ഒക്കെ പക്കയാ. അത് കയ്യിൽ തന്നെ വെച്ചോ. എന്തായാലും വന്ന് വണ്ടി കയറും. എന്താ മേഡം, എന്താ കാര്യം? കാര്യമൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. വന്ന് വണ്ടി കയറടോ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് അറിയണ്ടേ? എന്നിട്ടേ വണ്ടി കയറാൻ പറ്റൂ. അല്ല, എന്റെ ബൈക്ക് ആരുടെയെങ്കിലും ദേഹത്ത് മുട്ടിയോ? സ്ത്രീ പീഡനത്തിന് കൂട്ടുന്നിട്ട് ന്യായം പറയുന്നോ? ജീപ്പ് കയറടോ. പിടിച്ച് കേട്ടടോ ഇയാളെ. അല്ല, ആരാ സ്ത്രീ പീഡനത്തിന് കൂട്ടുന്നേ? ആരാ സ്ത്രീ പീഡനം നടത്തിയേ? അറിയില്ലല്ലേ? ഞാൻ പറഞ്ഞുതരാം. നിന്റെ ചേട്ടന്റെ ഭാര്യയില്ലേ ശ്രീദേവി, ആ സ്ത്രീയെ നിന്റെ അമ്മയും അച്ഛനും ചേട്ടനും കൂടി സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞ് പീഡിപ്പിച്ചു. ഗാർഹിക പീഡനം. ഒരു വീട്ടിൽ എല്ലാവരും കൂടെ ചേർന്ന് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് പരാതി. അന്ന് അവളെ കൂട്ടം കൂടി ഉപദ്രവിച്ചപ്പോ ഓർത്തില്ല അല്ലേ ഒരിക്കൽ ഇതിന് മറുപടി പറയേണ്ടി വരുമെന്ന്? നിന്നെന്തിനാണ് പോലീസ് വിളിച്ചേ? ദേവിയെടുത്ത് നമുക്കെതിരെ കള്ളക്കേസ് കൊടുത്തു. നിന്നെ എത്രയും പെട്ടെന്ന് ദേവമംഗലത്ത് തിരിച്ചെത്തിക്കണം. അവരിങ്ങോട്ട് വരട്ടെ. വല്ലട്ട, എനിക്ക് ചോദിക്കാനുണ്ട്.